ആ റബ്ബിനെ ധിക്കരിച്ച് നടന്നവനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? ലഅംല അന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. ഇബ്ലീസ് അല്ലാഹുവിനോട് ഞാൻ നിന്റെ അടിമകളെ തെറ്റിക്കുമെന്ന് പറഞ്ഞപ്പോ ഇബ്ലീസിനോട് അല്ലാഹ് പറഞ്ഞില്ലേ, നിന്നെയും നിന്റെ അനുയായികളെ കൊണ്ട് ഞാനതാ നരകം നിറക്കുകയാണ്. നരകത്തിൽ ഞാൻ നിറക്കുന്നത് നിന്നെയും നിന്റെ അനുയായികളെയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസിലുണ്ടല്ലോ, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഞങ്ങളുള്ള സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നു. കടന്നു വന്നപ്പോ തങ്ങളെ കയ്യിൽ രണ്ട് കിതാബുകളുണ്ട്. ആ രണ്ട് കയ്യിൽ രണ്ട് കിതാബും പിടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ മജ്ലിസിലേക്ക് വരുന്നത്. വലത് കയ്യിൽ ഒരു കിതാബുണ്ട്, ഇടത് കയ്യിൽ വേറൊരു കിതാബുണ്ട്. ഫഖാല ലില്ലദീ ഫീ യദിഹിൽ യുംനാ, വലത് കയ്യിലുള്ള കിതാബിലേക്ക് കാണിച്ചിട്ട് സ്വഹാബത്തായ ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ കിതാബ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ സ്വഹാബത്തെ? ഈ കിതാബ് ഹാദാ കിതാബും മിർ റബ്ബിൽ ആലമീൻ, ഇത് അല്ലാഹുവിന്റെ അരികിൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്റെ ഈ വലത് കയ്യിലുള്ള കിതാബ്. ഈ കിതാബിൽ എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ കിതാബിലുള്ളത് ഫീഹി അസ്മാഉ അഹ്ലിൽ ജന്ന, അതേ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ പേരുകളാണ്. ആ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ബാപ്പമാരുടെ പേരാണ്, അവരുടെ ഗോത്രത്തിന്റെ പേരാണ്. അവസാനം വരെയുള്ള ആളുകളെ പേര് ഈ കിതാബിലുണ്ട്. ഈ കിതാബിലുള്ള പേരിനേക്കാൾ കുറയൂല, കൂടുകയും ഇല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടത് കയ്യിലുള്ള കിതാബിലേക്ക് കാണിച്ചിട്ട് പറഞ്ഞു, സ്വഹാബത്തെ ഈ കിതാബ് എന്താണെന്നറിയാമോ? ഇതും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കിതാബാണ്. ഈ കിതാബിലുള്ളത് എന്താണ്? ഫീഹി അസ്മാഉ അഹ്ലിന്നാർ, ഈ കിതാബിലുള്ളത് നരകക്കാരുടെ പേരുകളാണ്. വ അസ്മാഉ ആബാഇഹിം വ ഖബായിലിഹിം, നരകത്തിൽ പോകുന്നവരുടെ ബാപ്പമാരുടെ പേരാണ്. ആ നരകത്തിൽ പോകുന്നവരുടെ ഗോത്രങ്ങളുടെ പേരാണ്. ഇതിൽ ഉള്ളതിനേക്കാൾ കൂടുകയും ഇല്ല, കുറയുകയും ഇല്ല. ഈ രണ്ട് കിതാബ് കാണിച്ചിട്ട് ആ രണ്ട് കിതാബ് ഒരു സ്ഥലത്ത് എടുത്തു വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ലിസ്റ്റ് അല്ലാഹു റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നരകത്തിൽ പോകുന്ന ആളുകളുടെ ലിസ്റ്റ് അല്ലാഹു തആല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പക്ഷേ കൂടുതലും ആളുകൾ സ്വർഗത്തിലേക്കാണോ പോകുന്നത്? കൂടുതൽ ആളുകളും നരകത്തിലേക്കാണോ പോകുന്നത്? വലത് കയ്യിലുള്ള കിതാബിലാണോ കൂടുതൽ പേരുള്ളത്? ഇടത് കയ്യിലുള്ള കിതാബിലാണോ കൂടുതൽ പേരുള്ളത്? വലത് കയ്യിലുള്ള കിതാബിൽ സ്വർഗത്തിൽ പോകുന്നവരുടെ പേരാണുള്ളത്. ഇടത് കയ്യിലുള്ള കിതാബിൽ നരകത്തിൽ പോകുന്നവരുടെ പേരാണുള്ളത്. എന്നാൽ കൂടുതലും മെജോറിറ്റിയുള്ള ഇടത് കയ്യിലുള്ള കിതാബിലാണ്. എന്തേ കാരണം? ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ, അധികരിച്ച ആളുകളും അല്ലാഹുവിനെ കുറിച്ച് വേണ്ടതുപോലെ ഈമാൻ വെച്ച് പുലർത്താത്തവരാണ്, വിശ്വാസം വെച്ച് പുലർത്താത്തവരാണ്.
അല്ലാഹുവിൽ വിശ്വാസം വെച്ച് പുലർത്തി സ്വർഗത്തിൽ പോകുന്ന ആളുകളോ അവർ വളരെ കുറഞ്ഞ പേരാണ്. കൂടുതൽ ആളുകളും നരകത്തിൽ പോകുന്നവരാണ്. ആ നരകത്തിൽ പോകുന്ന ആളുകളെ പരലോകത്ത് വെച്ച് ശിക്ഷിക്കുന്ന രംഗം എങ്ങനെയാണ്? അതാണ് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുക്മഹൂൻ. ആ നരകക്കാരെ പരലോകത്ത് ശിക്ഷിക്കുന്നത് എങ്ങനെയാണ് ചെറുപ്പക്കാരാ? ഖുർആനിൽ അല്ലാഹു പറയാണ്, അവരുടെ പെരടികളിൽ ഞാനതാ ഒരു മാല വെച്ചു കൊടുക്കുന്നു, ഒരു ചങ്ങല വെച്ചു കൊടുക്കുന്നു. ആ ചങ്ങല അതുകൊണ്ട് കയ്യിനെ കെട്ടിവെക്കുകയാണ്. ആ കൈ കൊണ്ട് പെരടി വരെ കെട്ടിവെക്കുകയാണ്. അവരെ അങ്ങനെ ശിക്ഷിക്കുകയാണ്. ഫഹിയ ഇലൽ അദ്ഖാനി, താടിയെല്ല് വരെ അത് നീണ്ടു നിൽക്കുന്നു. അങ്ങനെ താടിയെല്ല് വരെ അതിനെ അങ്ങ് കെട്ടിവെക്കുമ്പോ അവർക്ക് അതാ തല ചലിപ്പിക്കാൻ കഴിയില്ല, തല അനക്കാൻ കഴിയില്ല. ആ രൂപത്തിലാണ് അവരെ ശിക്ഷിക്കുന്നത്. എന്നിട്ടോ അല്ലാഹു വീണ്ടും പറയുകയാണ്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവരുടെ മുന്നിൽ ഞാനൊരു ബന്ദ് ചെയ്തിട്ടുണ്ട്, അവരുടെ ബാക്കിലും ഞാനൊരു ബന്ദ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ അവർക്ക് പരിസരത്തുള്ളതൊന്നും കാണാൻ കഴിയാത്ത വിധത്തില് ഞാൻ അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഫഹും ലാ യുബ്സിറൂൻ. പരിസരത്തുള്ളതൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. ആ രൂപത്തിലാണ് നരകക്കാരെ ഞാൻ ശിക്ഷിക്കുന്നത്. അത് വല്ലാത്ത ശിക്ഷയാണല്ലോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, യാസീൻ സൂറത്തിലെ ഈ ആയത്തിന് വലിയ ബഹുമാനമുണ്ട്. ഏത് ആയത്ത്? യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന് തുടങ്ങിയിട്ട് അവിടുന്ന് തുടക്കം മുതൽ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 4 ഔത്ര പുറത്ത് പോണ്ടെങ്കിൽ ഒന്ന് കൈവൈ തുറന്നു നോക്കാം. പോവാത്തൊന്നുമില്ല. എന്തേ പോവാത്ത നിങ്ങ? പെഞ്ഞി പുള്ള കണ്ടല്ലേ പോകോ. എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ഭാഗം ഒന്ന് ഓതിയിട്ട് പോകണം. വീട്ടിൽ നിന്ന് പോകുമ്പോ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ മുതൽ നമുക്കത് തുടക്കം കുറിക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ, കാരണം ഞങ്ങൾക്ക് ഏത് ഭാഗത്ത് ശത്രുക്കളുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇത് പുരുഷന്മാരോട് മാത്രമല്ല ഞാൻ പറയുന്നത്, സ്ത്രീകളോടും കൂടി ഞാൻ പറയാം. ഏത് ഭാഗത്തു നിന്ന് ആരൊക്കെയാണ് ശത്രുക്കൾ എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങളെ കുഞ്ചില് കൈയിട്ടവനായിട്ടിരിക്കും ഞങ്ങളെ ശത്രു. ഞങ്ങ പേരിക്കിടെ ഓണിങ്ങനെ കുഞ്ചി കൈയിട്ട് നടക്കുമ്പോ, ഓ നന്റെ ചട്ടി ജോസ്തി വെറുതെ കുഞ്ചിക്ക് കൈയിടക വേണ്ടാണ്. അവന്റെ ഒരു നോക്കിടന്നല്ലേ. അള്ളാഹു നമുക്ക് നല്ല ബോധ തരട്ടെ. എന്താ ആമീൻ ചൊല്ലാത്തെ? കുഞ്ചിക്ക് കൈയിട്ടോണ്ട് കൊണ്ടിട്ട് കുടുങ്ങിയത് നെനപ്പാക്കടേറ്റിക്കും ഇപ്പൊ അല്ലേ? ഇത് ഒക്കുമായ വിഷയമേ. കാരണം നന്റെ കുഞ്ഞു കൊറത്ത കൈയിട്ടോ ഇന്ന് അവന്റെ കൊണ്ടിട്ടേന്നാ കുടുങ്ങിയോ ഡഗിൽ ബജി. അങ്ങനൊക്കെ ചിന്തിക്കണ ആള് ആരെയും വിശ്വസിക്കാൻ പറ്റൂല. മുത്തുനബി തങ്ങൊന്നില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്പകാവിടെ ഒരു ചങ്ങായിയുടെ ലാസ്റ്റ് ടൈമില് കിട്ടില്ല പാലക്കാരാ. നമ്പകാവിടെ ഒരു ചങ്ങായി ഉള്ളല്ലേ, അവന്റെ നമുക്ക് നമ്പ. അങ്ങനത്തെ ചങ്ങായി ഒരാണുകും ഒരു പെണ്ണുകും കിട്ടാത്ത ഒരു കാല ലാസ്റ്റ് കാലത്തിൽ പണ്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്പകാവില്ലേ. അതുകൊണ്ടാണ് എന്നും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും പല ഭാഗത്തു നിന്ന് വരുന്ന ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ യാസീൻ സൂറത്തിന്റെ തുടക്കം മുതൽ ഞാൻ ഇപ്പോൾ ഓതി കേൾപ്പിച്ച വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ.
അതുവരെ ഓതിയിട്ട് പോകണം. എന്നാൽ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ഒരു ശത്രുവിന്റെയും സിഹിർ ഏൽക്കൂല. ഒരു ശത്രുവും നിന്നെ പരാജയപ്പെടുത്താൻ നോക്കിയാലും നടക്കൂല. കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ, എന്റെ വേല കേൾക്കുന്ന യുവതികളെ, വലിയ സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ഈ അടുത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പഴയ കാലത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാൽ ആര് ഞങ്ങളെ ആലാട്ട് കേക്കോണായ അകത്യ വന്നോണ്ടിന്നില്ല. പണ്ട് ഒരാള് ആത്മഹത്യ ആക്കിയ വിഷയം കിട്ടിയെങ്കില് ആറ് ഞങ്ങളെ ആളാ അങ്ങനെ കേക്കണായ ഒരു അകത്യ വന്നോണ്ടിന്നില്ല. എന്തേ കാരണ? പണ്ടത്തെ കാലത്തിൽ ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട ആരും ജീമ എടുത്തോണ്ടിന്നില്ല, പള്ളി എടുത്തോണ്ടിന്നില്ല. അതേ സമയം ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ സമുദായത്തിൽപ്പെട്ട എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഈ അടുത്ത് കുപ്പട്ടിയിൽ എന്റെ വേല കേൾക്കുന്ന യുവതികൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, സഹോദരിമാർ ഉൾക്കൊള്ളാൻ വേണ്ടി പറയാണ്. ഈ അടുത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഫാനിൽ തൂങ്ങിയിട്ട് ആത്മഹത്യ ചെയ്തതാണ്. എന്തേ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്നറിയുമോ പെങ്ങളെ? കാരണമെന്തേ? അവൾ ഏതോ ഒരു ചെറുപ്പക്കാരന്റെ അതേ പ്രണയത്തിന്റെ ചതിയിൽ പെട്ടുപോയതാണ്. ആ ചതിയിൽ അവൾ പെട്ടുപോയി. ശത്രുക്കള് പല ഭാഗത്തു നിന്നും വല വീശു. ആ ചതിയിലൊന്നും പെട്ടുപോകാൻ പാടില്ല. പാപം ഇവളങ്ങ് ആ ചതിയിൽ പെട്ടുപോയി. പിന്നീട് അവൾക്ക് കുറ്റബോധമുണ്ടായി. നന്നാകണമെന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ ഈ ചങ്ങാതി നന്നാകാൻ വിടൂല. അവൻ പറയാണ്, നീ നന്നാകാൻ ഞാൻ വിടൂല, നിന്നെ എനിക്ക് തന്നെ വേണം. എന്തേ കാരണം? നിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എന്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ ജനങ്ങൾക്ക് കാണിച്ചിട്ട് മൊത്തം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാം. ഇവളാകെ കുടുങ്ങിപ്പോയില്ലേ പെങ്ങളെ? അവസാനം ഇവൾക്ക് വേറെ ഒരു വഴിയും ഇല്ലാതെയായപ്പോ തൽക്കാലം രക്ഷപ്പെടാൻ അവൾ കണ്ടെത്തിയ വഴി ഒരു ഫാനാണ്. ആ ഫാനിൽ അവളങ്ങ് തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരു ഗതികേട് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്കും വരാതിരിക്കണമെന്ന് ഒരു നല്ല ചിന്തയോടെ ഞാൻ പറയട്ടെ. നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോ, കോളേജിന് പഠിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോ പല നിലക്കും നിങ്ങളെ വശീകരിക്കാനും നിങ്ങളെ നശിപ്പിക്കാനും പല ശത്രുക്കളും നിങ്ങളെ പിന്നാലെ നടക്കും. ആ ശത്രുവിന്റെ ഒരു പ്രവർത്തനത്തിലും നീ പെട്ടുപോകാതിരിക്കാനാണ് നിന്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി പോകുമ്പോ യാസീൻ സൂറത്തിന്റെ ആദ്യ ഭാഗം മുതൽ ഇപ്പോൾ ഞാൻ ഓതി കേൾപ്പിച്ച അതുവരെ ഒന്ന് ഓതിയിട്ടാണ് നീ നിന്റെ വീട്ടിൽ നിന്ന് പോകേണ്ടത്. എന്നാൽ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ഒരു ശത്രുവിനും നിന്നെ കാണൂല. ആ ഒരു ശത്രുവിന്റെ ഒരു കുതന്ത്രവും നിന്നിൽ ഫലിക്കൂല. അതുകൊണ്ടല്ലേ ലോകനേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മഹത്വമുള്ള വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സമയത്ത് വീട്ടിന്റെ പരിസരത്ത് ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തങ്ങൾ അവിടുന്ന് ഒരു പിടി മണ്ണങ്ങെടുത്തു. ആ മണ്ണങ്ങെടുത്തിട്ട് അതേ ശത്രുക്കൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. എന്നിട്ടതാ ഈ ആയത്ത് അവിടുന്ന് ഓതുകയാണ്. യാസീൻ സൂറത്തിന്റെ തുടക്കം മുതൽ ഫഹും ലാ യുബ്സിറൂൻ വരെ ഓതുകയാണ്. അങ്ങനെ ഓതിയപ്പോഴാണ് അല്ലാഹു തആല അവരുടെ കാഴ്ചകളെ പിടിച്ചു വെച്ചു. ഫലം യുബ്സിറൂഹു, ആ ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്.